മെക്സിക്കോയിലെ ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഗ്രാമത്തിൽ തന്റെ കുടുംബത്തിന്റെ കൂടെ സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു സാന്റിയാഗോ എന്ന ബാലൻ. ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോളിനോടുള്ള കഴിവും താല്പര്യവും സാന്റിയാഗോ പ്രകടിപ്പിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ മെക്സിക്കോയിലെ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിച്ച് സാന്റിയാഗോ വളർന്നു വരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാന്റിയാഗോയുടെ മുറിയിലേക്ക് അച്ഛൻ കടന്നു വരികയും എത്രയും വേഗം സാധനങ്ങളെല്ലാം എടുത്ത് തന്റെ കൂടെ വരാനും ആവശ്യപ്പെടുന്നു. സാധനങ്ങളുടെ കൂട്ടത്തിൽ ഭദ്രമായി തന്റെ ഫുട്ബോളും സാന്റിയാഗോ കയ്യിൽ കരുതുന്നു. ഹെർനാൻ എന്നായിരുന്നു സാന്റിയാഗോയുടെ അച്ഛന്റെ പേര്. അയാൾ കുടുംബത്തോടൊപ്പം അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറാനായി അതിർത്തി മുറിച്ച് കടക്കാനൊരുങ്ങി. അവർ പോകും വഴിയിൽ അമേരിക്കയുടെ അതിർത്തി സംരക്ഷിക്കുന്ന സേന ആ വഴി പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അവരെ കണ്ടതും എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ആ വേലി മുറിച്ച് കടക്കാൻ തുടങ്ങി. അമേരിക്കയിലേക്ക് കടക്കുന്നതിനിടയിൽ സാന്റിയാഗോയുടെ കയ്യിൽ നിന്ന് ഫുട്ബോൾ താഴേക്ക് ഉരുണ്ടുപോയി. അതെടുക്കാൻ പോയ സാന്റിയാഗോയെ അച്ഛൻ ശകാരിച്ച് തിരികെ വിളിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഫുട്ബോൾ ഉപേക്ഷിച്ച് സാന്റിയാഗോ അമേരിക്കയിലേക്ക് കടക്കുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ലോസ് ആഞ്ചലസ് എന്ന നഗരത്തിൽ തന്റെ അമ്മൂമ്മയായ മേഴ്സഡസും അനിയൻ സീസറും അച്ഛനായ ഹെർനാനുമൊപ്പം സാന്റിയാഗോ ജീവിച്ചു വരികയാണ്. അമേരിക്കയിലെത്തി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ അമ്മ അവരെ ഉപേക്ഷിച്ചു പോയിരുന്നു. അമേരിക്കയിലെത്തിയിട്ടും സാന്റിയാഗോ തന്റെ ഫുട്ബോൾ കളി കൈവിട്ടിരുന്നില്ല. ഒഴിവു സമയങ്ങളിൽ അമേരിക്കയിലെ ലോക്കൽ ടീമുകളിൽ സാന്റിയാഗോ കളിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ജന്മനാ ഉള്ള കഴിവുകൊണ്ട് അവൻ ആ ടീമുകളിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ജീവിക്കാനായി അച്ഛന്റെ കൂടെ ഗാർഡനിങ് ജോലിക്കും അതുപോലെ റെസ്റ്റോറന്റിൽ പാത്രം കഴുകാനും സാന്റിയാഗോ സ്ഥിരമായി പോയിരുന്നു. അങ്ങനെ ഒരിക്കൽ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനൊരു ട്രക്കിന് വില പറയുന്നത് സാന്റിയാഗോ കാണുന്നു. വീട്ടിലെത്തിയ സാന്റിയാഗോ അച്ഛൻ എന്താണ് പുറത്ത് ചെയ്യുന്നതെന്ന് അമ്മൂമ്മയോട് തിരക്കി. അച്ഛൻ പുതിയൊരു ട്രക്ക് വാങ്ങാൻ പോവുകയാണെന്നും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ സാധിക്കുമെന്നും അമ്മൂമ്മ പറഞ്ഞു. സാന്റിയാഗോയ്ക്ക് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയിൽ ഗ്രീൻ കാർഡ് വേഗത്തിൽ കിട്ടുമെന്ന് അനിയനും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അമ്മൂമ്മ മകനോട് എന്തായി കച്ചവടമെന്ന് തിരക്കി. വില കൂടുതലായതുകൊണ്ട് കച്ചവടം നടന്നില്ല എന്ന് അദ്ദേഹം മറുപടിയായി നൽകി. പതിവ് പോലെ സാന്റിയാഗോ ജോലിക്കായി റെസ്റ്റോറന്റിലേക്ക് പോയി. അവൻ അവിടെ 6 മാസമായി ക്ലീനിങ് ജോലി ചെയ്യുകയാണ്. അവൻ മാനേജറിനോട് തന്നെ ഒരു വെയിറ്റർ ആക്കാമോ എന്ന് അപേക്ഷിച്ചെങ്കിലും അതൊരു ചൈനീസ് റെസ്റ്റോറന്റ് ആയതുകൊണ്ടും അവന് ഗ്രീൻ കാർഡ് ഇല്ലാത്തതിനാലും അതിന് സാധിക്കില്ല എന്നായിരുന്നു മാനേജറുടെ മറുപടി. നിരാശയോടെ അവന് ആ ജോലി തുടരേണ്ടി വന്നു. രാത്രിയിൽ മടങ്ങി വന്നിരുന്ന സാന്റിയാഗോ തനിക്ക് കിട്ടുന്ന ശമ്പളവും ടിപ്പുമെല്ലാം ഒരു ഷൂസിനുള്ളിൽ ആരും കാണാതെ തന്റെ സ്വപ്നത്തിനായി കൂട്ടിവെക്കുന്നു. പിറ്റേന്ന് പതിവ് പോലെ സാന്റിയാഗോ തന്റെ ടീമിന്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്നു. കളിക്കിടയിൽ വളരെ മനോഹരമായി കളിക്കുന്ന സാന്റിയാഗോയെ യാദൃശികമായി ആ വഴി പോയ ഗ്ലെൻഫോയ് ശ്രദ്ധിക്കുന്നു. ഗ്ലെൻഫോയ് തന്റെ മകളെ കാണാനായി ലോസ് ആഞ്ചലസിലേക്ക് എത്തിയതായിരുന്നു. സാന്റിയാഗോയുടെ മനോഹരമായ നീക്കങ്ങളിൽ ഗ്ലെൻഫോയ്ക്ക് ഒരു അതിശയം തോന്നി. ഗ്ലെൻഫോയ് അത് സാന്റിയാഗോയുടെ കോച്ചുമായി പങ്കുവച്ചു. അവനൊരു മികച്ച കളിക്കാരനാണെന്ന് കോച്ചും അവകാശപ്പെട്ടു. കളി കഴിഞ്ഞ് സാന്റിയാഗോ മടങ്ങുന്നതിനിടയിൽ ഗ്ലെൻഫോയ് സാന്റിയാഗോയുടെ അടുത്തേക്ക് ഓടിയെത്തി അയാളെ പരിചയപ്പെടുന്നു. മോനെ, നീ എവിടെയെങ്കിലും പ്രൊഫഷണലായി കളിക്കുന്നുണ്ടോ എന്ന് ഗ്ലെൻ തിരക്കി.